പാട്ട് പാടുന്നവരായിരിക്കും കരോക്കെ ഇട്ടിട്ട്. ചില പരിപാടിക്കെല്ലാം പോയാൽ നമുക്കിഷ്ടപ്പെട്ട പാട്ട് പാടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പാടണമെങ്കിൽ നമുക്കിപ്പോൾ കരോക്കെ യൂട്യൂബിലുണ്ടായാലാണ് കരോക്കെ പിന്നെ കിട്ടുക. അപ്പോൾ കരോക്കെ അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പാടാനായിട്ടൊരു കരോക്കെ വെബ്സൈറ്റും കൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒരു അടിപൊളി വെബ്സൈറ്റാണ്. ഇതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കരോക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് പാടാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ക്രോം ഓണാക്കുക. ക്രോം ഓണാക്കിയ ശേഷം സെർച്ച് ബാർ പോവുക. സെർച്ച് ബാർ പോയിട്ട് വോക്കൽ റിമൂവ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക. ഇപ്പം ഇവിടെ കാണാം വോക്കൽ റിമൂവർ ഓൺലൈൻ. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ഫയൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫയൽസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലൈബ്രറിയിൽ പോവുക. നമ്മുടെ മ്യൂസിക് ലൈബ്രറിയിലുള്ള സോങ് കാണാം. അതിൽ ഞാൻ ഈ സോങ് ഇവിടെ കേൾപ്പിക്കുന്നില്ല. ഈ ഒരു സോങ്ങാണ് എനിക്ക് സെലക്ട് ചെയ്യുക. ആ സോങ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ അപ്ലോഡ് ആകുന്നുണ്ട്. അപ്ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സോങ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സോങ് ഇങ്ങനെ അപ്ലോഡ് ആകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ആകും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് കാണുന്ന ഈ ഒരു സംഭവം എനിക്കിവിടുന്ന് മ്യൂസിക് കേൾക്കാൻ പറ്റുമോ എനിക്കറിയില്ല. കാരണം ഇവിടെ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ മ്യൂസിക് കേൾപ്പിക്കുന്നില്ല. എന്നാലും വെച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ ഉള്ളതെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പാടുന്നതാണ്. ട്യൂണൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് പാടുന്നതാണ്. അത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, വോക്കൽ അത് വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, ഇനി എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഓൾ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യും. പ്ലീസ് വെയിറ്റ് കാണിക്കും. വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അവിടെ കാണിക്കുന്ന ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ അതിനുശേഷം അനുവദിക്കുക. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റദ്ദാക്കുക. അതിലും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ ഇങ്ങനെ ഡൗൺലോഡ് ആകുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ കരോക്കോൻ്റെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇങ്ങനെയാണ് ഇത് ചെയ്യുക. നമുക്ക് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.